പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മഴയെല്ലാം ഇങ്ങനെ പെയ്ത് ഭൂമിയെല്ലാം നല്ലതുപോലെ തണുത്ത് സുഖമായ ഒരു അന്തരീക്ഷം ഇങ്ങനെ വന്നപ്പോൾ മനസ്സിൽ പണ്ടെങ്ങോ പഠിച്ചു മറന്ന പല പല ആവർത്തി ഉരുവിട്ട് മനസ്സിൽ ഉറപ്പിച്ച ഒരു താളലയങ്ങളുള്ള ഒരു പഴഞ്ചൊല്ലിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു കഥ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നു. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അതായത് രണ്ട് കൂട്ടുകാർ ഇങ്ങനെ കാട്ടിലൂടെ പോയി കഴിഞ്ഞപ്പോൾ കുറേ ദൂരം നടന്നപ്പോൾ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു പുലി അവർക്ക് നേരെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആ പുലി വരുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ ഓടിക്കയറി മരത്തിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷേ മരത്തിൽ കയറാത്ത ആൾ താഴെ വിഷമിച്ച് നിന്നു. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഒരു ഉൾവിളിവുണ്ടായി, നീ ചത്തതുപോലെ അനങ്ങാതെ അങ്ങ് കിടന്നുകൊള്ളുവെന്ന്. അങ്ങനെ ആ കുട്ടി ചത്തതുപോലെ ശ്വാസം മുറുക്കി അങ്ങനെ പിടിച്ച് ശ്വാസം ഒന്നും വിടാതെ അങ്ങനെ കിടന്നു. പുലി അടുത്ത് വന്നു. കുട്ടിയെ മണപ്പിച്ച് നോക്കി, ശ്വാസമില്ല. പുലി ജീവനുള്ള വസ്തുക്കളെ മാത്രമേ കൊന്നു തിന്നുകയുള്ളൂ. അതുകൊണ്ട് ശ്വാസമില്ലാത്തതിനെ കൊല്ലണ്ട എന്ന് വിചാരിച്ച് പുലി എല്ലായിടവും ഒന്ന് നല്ലപോലെ അങ്ങ് ആപാത ചൂടൊന്ന് മണപ്പിച്ച് നോക്കിയിട്ട് അങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ മരത്തിലിരിക്കുന്നവൻ താഴെ ഇറങ്ങി വന്ന് ചോദിച്ചു, എടാ പുലി നിന്നോട് എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ആപത്തിൽ രക്ഷിക്കാത്ത കൂട്ടുകാരനെ വിശ്വസിക്കരുത്. അത് വളരെ മനോഹരമായ താളലയങ്ങളുടെ ഒരു പഴഞ്ചൊല്ലിൻ്റെ ഒരു തുടക്കമാണത്. അതായത് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആ ഒരു പഴഞ്ചൊല്ലി ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഈ പുലി വരുമ്പോൾ തറയിലിങ്ങനെ ചത്തതുപോലെ കിടക്കണം എന്നും ആ ഒരു ഉൾവിളിവ് അവനുണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവൻ്റെ മനസ്സിൽ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് അവൻ്റെ ചങ്ങാതി. നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഒരാത്മാർത്ഥമായ ചങ്ങാതി ദൈവം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിരുന്നാലും നമ്മളുടെ കുട്ടികളെല്ലാം ഇപ്പോൾ വലിയ ചങ്ങാത്തം ഒന്നും ഇല്ല. കാരണം ചങ്ങാത്തം പിടിക്കേണ്ട കാര്യമില്ല. അവരുടെ കയ്യിൽ ഫോണുണ്ട്. ഏത് കാര്യം എന്ത് വേണമെങ്കിലും അവർക്ക് ഫോണിലൂടെ നേടാനും സാധിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഒരു നല്ല ഒരു ഉപയോഗപ്രദമായ ഒരു വസ്തു തന്നെയാണ് ഫോൺ. അങ്ങനെ ആ ഫോണിലൂടെ ജീവിക്കുമ്പോൾ അവർ പെണ്ണാണെങ്കിൽ ആണിനോട് സല്ലപിക്കും, ആണാണെങ്കിൽ പെണ്ണിനോട് സല്ലപിക്കും. ഈ സല്ലാപ സമയങ്ങളിലൊന്നും അവർക്ക് ആരും വേണ്ട, കൂട്ടുകാരും ഒന്നും വേണ്ട. അങ്ങനെ ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ ഈ ചങ്ങാതി എന്നൊരവസ്ഥ എവിടെ നിന്ന് ഉത്ഭവിച്ചു, എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരറിവും ചെറുതല്ല എന്നൊരു സിദ്ധാന്തം ഭൂമിയിലുണ്ട്. ഏതൊരു ചെറിയ അറിവായാലും അതിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉപകരിക്കുന്ന കാര്യം ഉണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചങ്ങാതി എന്ന് പറയുന്നത് എവിടെയാണ് ഉത്ഭവിച്ചതെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഈ ട്രാൻസ്പോർട്ടേഷനൊന്നും ഇല്ലാത്ത കാലങ്ങൾ മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ നിന്നും വേറൊരു ഗ്രാമത്തിലേക്ക് നടന്നാണ് പോകുന്നത്. ഈ നടന്നു പോകുന്ന വഴിക്ക് ധാരാളം കാടും വന്യമൃഗങ്ങളും പാമ്പും ഒരുപാട് മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നടന്നു പോകുമ്പോൾ ഒറ്റക്ക് ആരും പോകാറില്ല. ആരെങ്കിലും ഒരാൾ ചങ്ങാതം കൂട്ടും. ചങ്ങതം കൂട്ടുക എന്നാണ് പറയുന്നത്. ഈ ചങ്ങതം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുപോവുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഒരു അധികാരി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ. ആ അധികാരിക്ക് ഒരു ശിപായി ഉണ്ട്. ആ ശിപായിയുടെ കൂടെ അല്ലാതെ അയാൾ ഒരു സ്ഥലത്തും പോകത്തില്ല. ശിപായിയുടെ കയ്യിൽ അത്യാവശ്യത്തിന് ആയുധങ്ങളുണ്ടാകും. അയാൾ കായികാഭ്യാസം പഠിച്ച ആളായിരിക്കാം. എന്തിനെ നേരിടാനുള്ള ഒരു ശക്തിയും ബലവും മനോബലവുമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം ഈ ശിപായി. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശിപായിൽ നിന്നും തന്നെയാണ് ഞാനത് മനസ്സിലാക്കിയതും. അപ്പോൾ ഈ ചങ്ങതം പോവുക എന്നതിനർത്ഥം കൂട്ടുപോവുക എന്നതാണ്. അങ്ങനെ ആരാണോ കൂട്ടുപോകുന്നത് അതാണ് ചങ്ങാതി. ആ ചങ്ങാതി ആ മനുഷ്യന് എന്തെങ്കിലും കൂടെ കൊണ്ടുപോയ മനുഷ്യന് എന്തെങ്കിലും പറ്റുമ്പോൾ അതിൽ എതിർത്ത് എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്ത് വളരെ ആത്മാർത്ഥമായി അയാളെ രക്ഷിക്കാനുള്ളൊരു ഉത്തരവാദിത്തം ഈ ചങ്ങാതിയായിട്ട് പോകുന്ന ആളിനുണ്ട്. ആ ആത്മാർത്ഥത അവിടെ എപ്പോഴും പ്രവർത്തിക്കാറുമുണ്ട്. ഇപ്പോൾ നമ്മളെ മക്കൾ എവിടെയെങ്കിലും പോയെന്ന് വെച്ചാൽ, നമ്മളിപ്പം പോയി അവർ കുറേ നേരം കഴിഞ്ഞും അവർ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് വിളിക്കും. അപ്പോൾ അവരുടെ ഫോണിൽ നിന്നും തിരിച്ചൊരു ഇല്ലാതെ വരുമ്പോൾ നമ്മളെല്ലാവരും വല്ലാതെ വിഷമിക്കും. എത്ര ചങ്ങാതി വേണ്ട എന്ന് പറഞ്ഞാലും അവർ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വല്ലാതെ വേവലാതിയാക്കും. അയ്യോ, എൻ്റെ കുഞ്ഞെവിടെ ആയിരിക്കാം, എങ്ങനെയായിരിക്കാം. കുഞ്ഞെന്നല്ല, ആരായാലും ശരി, വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഫോൺ എടുത്തോ,
ആ ഫോണാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടിനുള്ള ചങ്ങാതി. ആ ചങ്ങാതിയിൽ നിന്നും തിരിച്ചൊരു റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വല്ലാതെ വേവലാതെ തോന്നും. അപ്പോൾ നമ്മൾ ഉടനെ ഫോണെടുത്ത് ആ പോയ ആളിൻ്റെ ചങ്ങാതിയെ തന്നെയാണ് വിളിക്കുന്നത്. ആ ചങ്ങാതിക്ക് അവനെ പറ്റി എന്തെങ്കിലും വിവരം അറിയുമായിരിക്കും എന്നൊരു പ്രത്യാശ, ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ചങ്ങാതി എപ്പോഴും ആത്മാർത്ഥം തന്നെയാണ്. അതായത് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഒരു ചങ്ങാതി അത്യാവശ്യം തന്നെയാണ്. ചങ്ങാതിയുടെ മനസ്സിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ഉണ്ടാവണം. ചങ്ങാതി എപ്പോഴും മനുഷ്യന് ഉതകുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.